വ്യത്യസ്തമായ പരീക്ഷണങ്ങൾക്ക് പിന്നാലെയാണ് ദുൽഖർ സൽമാൻ. മലയാള സിനിമയിൽ നിന്നും ആദ്യത്തെ പാൻ ഇന്ത്യൻ താരമായി വളർന്ന DQ പീരീഡ് സിനിമകൾക്കും ബയോപിക്കുകൾക്കും ആസ്വാദന മൂല്യം നൽകുന്നതിൽ ബിരുദനാണ്. സുകുമാരക്കുറുപ്പിനെ മറ്റൊരു തലത്തിൽ ആവിഷ്കരിച്ച കുറുപ്പ് മികച്ച സിനിമ എന്ന നിലയിലും DQവിന്റെ അഭിനയ മികവിന്റെ പേരിലും ചർച്ചാ വിഷയമായിരുന്നു. എന്നാൽ ദുൽഖറിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കാന്ത ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ സൂപ്പർ താരം MK ത്യാഗരാജ ഭാഗവതരുടെ കഥ പറയുന്ന പടമാണെന്നാണ് പറയപ്പെടുന്നത്. ഭാഗവതരുടെ കഥ പറയുന്ന കാന്ത എന്ന സിനിമയ്ക്ക് എത്രത്തോളം ബന്ധമുണ്ടെന്ന് ഉറപ്പില്ല. മഹാദേവൻ എന്ന സൂപ്പർ താരമായാണ് ചിത്രത്തിൽ ദുൽഖർ സൽമാൻ അഭിനയിക്കുന്നത്. എന്നാൽ കാന്ത എന്ന ചിത്രം ത്യാഗരാജ ഭാഗവതരെ അപമാനിക്കുന്നു എന്ന് കാണിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം മദ്രാസ് ഹൈക്കോടതി വഴി നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് നിർമ്മാതാക്കൾ മറുപടിയും നൽകി. യഥാർത്ഥത്തിൽ ത്യാഗരാജ ഭാഗവതർ ആരാണെന്ന് ഇന്നത്തെ സിനിമാ പ്രേമികൾക്ക് പോലും വ്യക്തമായി അറിയില്ല എന്നതാണ് വാസ്തവം. അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു ഗായകനും നടനുമായിരുന്നു. 115 വർഷങ്ങൾക്ക് മുൻപ് തഞ്ചാവൂരിലെ മലയാടുതുറൈ പട്ടണത്തിൽ ജനിച്ച ത്യാഗരാജന് അസാധാരണമാം വിധം ഹൈ പിച്ചിൽ പാടാനുള്ള കഴിവുണ്ടായിരുന്നു. പിതാവ് കൃഷ്ണമൂർത്തി ഒരു സ്വർണ്ണ പണിക്കാരനായിരുന്നു. ത്യാഗു കുട്ടിയായിരിക്കെ കുടുംബം തഞ്ചാവൂരിൽ നിന്നും തിരുച്ചിറപ്പള്ളിയിലേക്ക് പറിച്ചു നടപ്പെട്ടു. അവിടെ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തെങ്കിലും പഠനകാര്യങ്ങളിൽ ത്യാഗുവിന് തീരെ ശ്രദ്ധയുണ്ടായിരുന്നില്ല. പഠനം ഉഴപ്പി പാട്ടുപാടി നടക്കുന്ന മകനെ കണ്ട് പിതാവിന് ആശങ്കയേറി. വെറുതെ ജീവിതം നശിപ്പിക്കാനുള്ള പുറപ്പാടിലാണ് മൂത്ത മകൻ എന്ന നിരാശ മൂർത്തിയെ അസ്വസ്ഥനാക്കി. എത്ര ഉപദേശിച്ചിട്ടും ത്യാഗു തന്റെ വഴിക്ക് വരുന്നില്ലെന്ന് കണ്ട് ദേഷ്യം കയറിയ പിതാവ് മകനെ പൊതിരെ തല്ലി. പാട്ട് എന്നൊരു വാക്ക് ഇനി മേലാൽ ഉച്ചരിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കുട്ടിയെ കാണാതായി. ദുഃഖിതനായ പിതാവ് മകനെ അന്വേഷിച്ചു നാടെങ്ങും അലഞ്ഞു. ഒടുവിൽ തെലുങ്ക് വംശജർ അധിവസിക്കുന്ന കടപ്പ എന്ന പട്ടണത്തിൽ ഒരു വലിയ ജനക്കൂട്ടത്തിന് മുന്നിലിരുന്ന് പാടുന്ന മകനെ കണ്ട് കൃഷ്ണമൂർത്തിയുടെ മനം നിറഞ്ഞു. കുട്ടിയായ ത്യാഗുവിന്റെ പാട്ട് ആസ്വദിക്കാൻ അത്രയധികം ആളുകൾ തടിച്ചുകൂടിയതിൽ നിന്നും ജനങ്ങൾ മകനെ അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ശാസിക്കില്ലെന്ന് ഉറപ്പുകൊടുത്ത് മൂർത്തി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ത്യാഗു ഒരു ഭജന സംഘം രൂപീകരിച്ച് ക്ഷേത്രങ്ങളിലും മറ്റും ഭജന പാടാൻ തുടങ്ങി. അവിടെ നിന്നായിരുന്നു സിനിമയിലേക്കുള്ള തുടക്കം. അഹംഭാവം ഒരു മനുഷ്യനെ എത്രമാത്രം അപകടത്തിലേക്ക് നയിക്കും. അതൊരു കലാകാരൻ കൂടിയാണെങ്കിലോ ദുരന്തത്തിന്റെ വ്യാപ്തി വിചാരിക്കുന്നതിനേക്കാൾ കൂടും. ദുൽഖർ സൽമാൻ, സമുദ്രകനി, ഭാഗ്യശ്രീ ബോർസെ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത കാന്ത എന്ന ചിത്രം സംസാരിക്കുന്നത് ഇങ്ങനെയൊരു വിഷയമാണ്. അഹംഭാവവും പരസ്പര വിദ്വേഷവും രണ്ട് മഹാന്മാരായ കലാകാരന്മാരെ ജീവിതത്തിന്റെ ഏതറ്റം വരെ എത്തിക്കുന്നു എന്നാണ് കാന്ത പ്രേക്ഷകരോട് പറയുന്നത്. ഏവരും അയ്യ എന്ന് വിളിക്കുന്ന സംവിധായകൻ, അയാൾ വളർത്തിക്കൊണ്ടുവന്ന തിരുച്ചെങ്കോട് കാളിദാസൻ മഹാദേവൻ എന്ന TK മഹാദേവൻ എന്ന നടൻ, കുമാരി എന്ന നടി എന്നിവരിലൂടെയാണ് ചിത്രം മുന്നോട്ടു പോകുന്നത്. ഒരു കാലത്ത് ഗുരുവും പ്രിയ ശിഷ്യനുമായിരുന്ന അയ്യായും മഹാദേവനും ഇപ്പോൾ ബന്ധശത്രുക്കളാണ്. തമ്മിൽ സംസാരിക്കാൻ പോലും തയ്യാറല്ല രണ്ടുപേരും. അഥവാ സംസാരിച്ചാൽ തന്നെ ശാപവാക്കുകൾ മാത്രം ചൊരിയുന്ന തരത്തിലാണ് ഇരുവരുടെയും ബന്ധം. മഹാദേവൻ സൂപ്പർ സ്റ്റാറായി സിനിമയുടെ തിരക്കുകളിലേക്ക് കടന്നപ്പോൾ അയ്യ കൈപിടിച്ചുറത്തുന്ന പുതുമുഖ നടിയാണ് കുമാരി. ബന്ധശത്രുക്കളായ രണ്ടുപേർ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുമിക്കുന്നു. നായികയാവുന്നത് കുമാരിയും. തുടർന്ന് ഈ സിനിമാ സെറ്റിൽ അരങ്ങേറുന്ന സംഭവങ്ങളാണ് കാന്തയുടെ കാതൽ. ഗുരുവായ സംവിധായകനും ശിഷ്യനായ നടനും തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് കാന്തയെ സംഭവബഹുലമാക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ പകുതിയെ ആകാംക്ഷാപൂർണമാക്കുന്ന പ്രധാന ഘടകവും ഇതുതന്നെയാണ്. ഇരുവരുടെയും ഈഗോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന രംഗങ്ങൾ അത്യന്തം ത്രില്ലിംഗ് ആയി തന്നെയാണ്. പ്രേക്ഷകന്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു രംഗവും ചിത്രത്തിൽ ഇല്ല എന്നാണ് എടുത്തു പറയേണ്ടത്. സിനിമക്കുള്ളിലെ സിനിമയാണ് കാന്ത സംസാരിക്കുന്നത്. തമിഴ് സിനിമയിലെ ആദ്യ ഹൊറർ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ മുന്നോട്ട് നീങ്ങുന്നത്. അടുത്ത കാലത്ത് തമിഴ് സിനിമയിൽ ഇത്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് രംഗങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അയ്യായുടെയും മഹാദേവന്റെയും കുമാരിയുടെയും രംഗങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ച കാണിക്കാൻ കൂടിയാകാം. രണ്ട് കലാകാരന്മാർ തമ്മിലുള്ള ഈഗോ ക്ലാഷിനൊപ്പം പ്രണയത്തിന്റെയും വഞ്ചനയുടെയും ദുരൂഹതയുടെയും ട്രാക്ക് കൂടി ആസ്വാദകന് മുന്നിലെത്തുന്നുണ്ട്. ഈ 4 തലങ്ങളും കൂടിക്കുഴയ്ക്കാതെ കൃത്യമായി അടുക്കി വെക്കാൻ സെൽവമണി സെൽവരാജിന് സാധിച്ചിട്ടുണ്ട്. പ്രധാന കഥാപാത്രങ്ങൾക്കെല്ലാം ഒന്നിലേറെ ഷെയ്ഡുകൾ ഉണ്ട് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. TK മഹാദേവനായി കരിയറിൽ ഇന്നേ വരെ ഇല്ലാത്ത പ്രകടനങ്ങളായിരുന്നു ദുൽഖർ കാഴ്ചവെച്ചത്. നിഷ്കളങ്കനായ തിരുക്കൂത്ത് കലാകാരനിൽ നിന്ന് സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവി അലങ്കരിക്കുന്ന നടനിലേക്കുള്ള മഹാദേവന്റെ യാത്ര ദുൽഖർ ഗംഭീരമാക്കിയിട്ടുണ്ട്.
ഇന്ത്യൻ സിനിമയിൽ തന്നെ പലവരും പറഞ്ഞ വിഷയമാണ് സിനിമക്കുള്ളിലെ സിനിമ. അക്കൂട്ടത്തിലേക്ക് വന്ന വ്യത്യസ്തമായ ഒരു ശ്രമമാണ് കാന്ത. സിനിമാ ലൊക്കേഷനിൽ കഥ നടക്കുന്നുണ്ടെങ്കിലും അതിലുപരി പ്രധാന കഥാപാത്രങ്ങളുടെ മനോവ്യാപാരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രമാണ് കാന്ത. ഒരാൾ മറ്റൊരാൾക്ക് ആരായിരുന്നു എന്നാണ് ചിത്രം അടിസ്ഥാനപരമായി പറയുന്ന തത്വം.